ഞാൻ നിന്നോട് എന്നെ പ്രേമിക്കാൻ പറഞ്ഞോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൾ ഒന്നും മിണ്ടാതെ സംശയത്തോടെ അവനെ നോക്കി. അവൻ്റെ മദ്യത്തിൻ്റെ സ്മെല്ല് അവളിലേക്ക് നല്ലതുപോലെ അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ദേഷ്യത്തിലായതുകൊണ്ട് അവൾക്ക് തിരികെ ഒന്നും ചോദിക്കാനോ പറയാനോ എന്തിന് അവനിൽ നിന്നൊന്ന് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, ഞാൻ നിന്നോട് എന്നെ പ്രേമിക്കാൻ പറഞ്ഞോ എന്ന്? അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. പിന്നെ നീ എന്താടി ഓവർ സ്മാർട്ട് ആവുന്നത്? ഞാൻ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതാണോ ഇത്രയും വലിയ തെറ്റ്? നീ എന്നോടിപ്പോൾ ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തത്? അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു. അതിനും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു റിയാക്ഷൻ അവളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് അവൾ കാണുന്നത്. അന്ന് ജസ്റ്റിനെ ഇല്ലാതെയാക്കുന്ന സമയത്ത് താൻ ഡെവിയുടെ ദേഷ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത് വീണ്ടും കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവന് നല്ല വിഷമവും തോന്നി. മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ. നേഹ, അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൻ സൗമ്യമായി വിളിച്ചു. അത് കേട്ടതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്കെന്നെ മനസ്സിലാകാത്തതാണോ? അതോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എന്നോട് അഭിനയിക്കുകയാണോ? എന്നെ ഇതൊക്കെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്നും വേദനിപ്പിക്കുന്നുണ്ടെന്നും നീ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും നിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വരുന്നത്? ഒരുപാട് തവണ ആലോചിക്കും. നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. പക്ഷേ എനിക്കറിയില്ലടി. വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് എനിക്ക്. നീ അടുത്തേക്ക് വരുമ്പോൾ, നീ മിണ്ടാതിരിക്കുമ്പോൾ, ഓരോ തവണ നീ വിഷമിക്കുന്നത് കാണുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്ന എനിക്കാണ്. അതൊക്കെ നീ എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാ ഞാൻ. ഈ ജീവിതത്തിൽ നീ ഒരിക്കലും കല്യാണം കഴിക്കാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ലല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെയാണോ, ഒന്നും അറിയാതെ വരുന്ന ഒരാളെയാണോ നിനക്ക് താല്പര്യം? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇത് ഞാൻ വെള്ളം അടിച്ചതിൻ്റെ പുറത്ത് നിന്നോട് പറയുകയാണെന്ന് നീ കരുതരുത്. എൻ്റെ മനസ്സിൽ തട്ടിയാണ് ഞാൻ നിന്നോടിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ പെൺപിള്ളേർക്ക് ഹൃദയം തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. പക്ഷെ ഒരു തവണയെങ്കിലും നിനക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പൊട്ടിപ്പോയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ശ്വാസം വിറങ്ങലിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൻ അവളെ ചേർത്ത് ഇറുക്കി പിടിച്ചു. ആ നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഏതോ സംരക്ഷണ വലയത്തിൽ അവൾ തൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഒരു കണ്ണുനീരിലൂടെ തീർക്കുകയായിരുന്നു. അവൻ അവളുടെ നെറുകയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. അവളുടെ വിഷമങ്ങൾ മുഴുവൻ അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി. മനഃപൂർവ്വം അല്ല, എന്നെ ഇഷ്ടമാണെന്ന് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ എനിക്ക് തിരിച്ച് ഞാൻ എങ്ങനെ ഡേവിച്ചായന് എന്നേക്കാൾ നല്ല പെൺകുട്ടിയെ കിട്ടില്ലേ? ഞാൻ ഞാൻ കൊള്ളില്ല. ഞാൻ ഞാൻ നശിച്ചു പോയതല്ലേ? അവൾ വിങ്ങി. നേഹ, അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടി, ഒരുപാട്. എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ. നിനക്കറിയാലോ, ഞാൻ നിന്നെ സ്നേഹിച്ചത് ആ സംഭവത്തിന് ശേഷം അതിന് സോഫ്റ്റ് കോർണറിലല്ല. അതിന് മുൻപേ ഞാൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ. അന്ന് മുതൽ ഒരുപാട് അന്വേഷിച്ച് നിന്നെ ഒന്ന് കണ്ടെത്താൻ, നീ ആരാണെന്നറിയാൻ. പക്ഷെ സാധിച്ചില്ല. പിന്നെ സ്വയം വിശ്വസിച്ചു എനിക്കുള്ളതാണെങ്കിൽ ദൈവം നിന്നെ എൻ്റെ മുൻപിൽ കൊണ്ടെത്തിക്കുമെന്ന്. അത് അത് സംഭവിച്ചു. നീ എൻ്റെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അന്ന് പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ നിനക്കെന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് അതെനിക്ക് വേണ്ടി തന്നൂടെ? എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. ദേവിച്ചായ, അവൾ നിറകണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ അവളെ മുറുക്കി പിടിച്ചു, ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ. എനിക്ക് എൻ്റെ മനസ്സിൽ ദേവിച്ചായനെ കിട്ടാൻ എനിക്ക് യോഗ്യത. അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇനി ഒരിക്കലും നമുക്കിടയിൽ യോഗ്യത എന്നുള്ളൊരു വാക്ക് വരാൻ പാടില്ല. നിനക്ക് മാത്രമേ എൻ്റെ പെണ്ണാകാൻ യോഗ്യതയുള്ളൂ. കാരണം ഞാൻ നിന്നെ മാത്രമേ ഇന്നുവരെ സ്നേഹിച്ചിട്ടുള്ളൂ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് അവൻ നോക്കി. അതിൽ അതിൽ കൂടുതൽ യോഗ്യതയൊന്നും നിനക്ക് വേണ്ട. മരണം വരെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ കാണുള്ളൂ നേഹ. നിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരിക്കലും. എന്നെ നീ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? മദ്യത്തിൻ്റെ പുറത്തോ എന്തോ അവൻ കൂടുതൽ ഇമോഷണൽ ആകാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഡേവിഡ്ചായ, അവൾ വിളിച്ചതും അവനവളെ മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് വിറങ്ങലിച്ചു പോയി.
എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഞെട്ടി. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞു. അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ അനുവദിക്കാതെ അവൻ അവളെ വലിഞ്ഞു മുറുക്കി. ഏതോ നിമിഷത്തിൽ അവൾ പോലും അറിയാതെ അവളുടെ കരങ്ങൾ അവൻ്റെ പുറത്തുകൂടി അവളും ചേർത്തിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ ഈർന്നണിഞ്ഞു. ജോസ, എങ്ങോട്ട് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്? അവളുടെ കയ്യിൽ പിടിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്ന ജോയിയുടെ കയ്യിൽ തിരികെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. മിണ്ടാതെ എൻ്റെ കൂടെ വാ പെണ്ണേ, അവൻ നടക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു. അന്നത്തെ പോലെ വല്ലതും ഒപ്പിക്കാനാണ് ഞാൻ വരുന്നില്ല. മമ്മി അറിഞ്ഞ പ്രശ്നം ഉണ്ടാവേ, അവൾ അവനെ ഓർമ്മിപ്പിച്ചു. അത് കേട്ടതും അവൻ അവിടെ നിന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. അന്ന് തന്നെ ഓർമ്മയുണ്ടല്ലോ മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു. റൂമിൽ പൊയ്ക്കോ. അത് കേട്ടതും കുറച്ച് പരിഭവത്തോടെയും ദേഷ്യത്തോടെയും അവൻ തിരികെ അവളോട് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കൊരു ജോസഫ് പിണങ്ങിയോ? അവൾ അവൻ്റെ രണ്ട് കവളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കാരോടും പിണക്കമൊന്നുമില്ല. അവൻ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ കൈ തട്ടി മാറ്റിയതും അവൾക്ക് വിഷമം വന്നു. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു. അത് കണ്ട് അവനും വിഷമമായി. ഡോണ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി പെണ്ണേ, അവൻ കണ്ണുകൾ ചിമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. എൻ്റെ പെണ്ണിന് എന്തൊരു പിണക്കവാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും ജോജൻ്റെ കൈ തട്ടി മാറ്റിയില്ലേ, എനിക്കത് നല്ലതുപോലെ വിഷമമായി. ഞാനൊന്ന് തൊട്ടാൽ എന്താ, ജോജൻ അങ്ങ് ഉരുകിപ്പോകുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പരിഭവം പോലെ പറഞ്ഞു. എൻ്റെ പെണ്ണിനത് വിഷമമായെങ്കിൽ സോറി, ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അല്ലത് എൻ്റെ ഡോണ, എന്നെ തൊട്ടാൽ എന്താ? ദേ ഇങ്ങോട്ട് നോക്കിയേ, സത്യമായിട്ട് ഞാൻ വെറുതെ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തയാ. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് പറഞ്ഞതും അവൾ തലയാട്ടി. ഇപ്പം എൻ്റെ കൊച്ചിന് ജോർജിനോടുള്ള പിണക്കമൊക്കെ മാറിയോ? അവൻ ചോദിച്ചത് അവൾ മാറി എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അതിന് അവൻ അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റിമുട്ടിച്ചു. അല്ല, എല്ലാവരും കൂടി കൂടിയിട്ട് എത്ര പേക അടിച്ചു? അവൾ സ്വയം ഇളിയിൽ കൈകൊത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. ഞാൻ എത്ര അടിക്കുമെന്നാണ് നിനക്ക് വാക്ക് വന്നിട്ട് പോയത്? അവൻ തിരികെ അവളോട് ചോദിച്ചു. 3. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോൾ അത്രേ കുടിച്ചുള്ളൂ. അവനും ചിരിയോടെ മറുപടി നൽകി. എന്നോട് എന്തോ ഒരു സ്നേഹ, എനിക്ക് വാക്ക് വന്നതുപോലെ തന്നെ പാലിക്കുന്നുണ്ടല്ലോ. അവൾ കളിയാക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? അതെന്താ, ഇത്രയും നാളും ഞാൻ നിന്നെ സ്നേഹിച്ചത് തമാശയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് വാക്ക് തന്നതിൽ എന്താ ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടുള്ളത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വല്ലാതെയായി. ജോജ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാ പറഞ്ഞതല്ല. അവൾ പെട്ടെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാരമില്ല, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എത്ര സ്നേഹിച്ചാലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള മറുപടിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നീ ഇപ്പം എന്നെ കളിയാക്കുന്നത് പോലെയല്ലേ സംസാരിച്ചത്? അവൻ തിരികെ അവളോട് ചോദിച്ചു. ജോജ, അങ്ങനെയൊന്നും പറയല്ലേ. അവൾ കരയാൻ പാകത്തിനെത്തിയിരുന്നു. അവൻ പെട്ടെന്ന് കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാച്ചന്മാരുടെ എല്ലാം കുറുമ്പി, പെൺപിള്ളേരുടെ കൂട്ടത്തിലെ കാന്താരി. രുദ്രൻ നിന്നെപ്പറ്റി എന്തോ പറഞ്ഞല്ലോ? അവനതെന്താണെന്ന് ഓർത്തു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ, ബായാടിക്കുട്ടി. അവനെന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രുദ്രേട്ട എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് കേട്ടതും അവൻ രുദ്രൻ അവളെപ്പറ്റി പറയാനുണ്ടായ സാഹചര്യം അവളോട് പറഞ്ഞു. അവളെ ഒരുപാട് ഇഷ്ടമായെന്നും അവളൊരു വായാടിയാണെന്നൊക്കെയാണ് രുദ്രൻ അവരോട് പറഞ്ഞത്. എത്ര വായാടിയാണെങ്കിലും കുറുമ്പിയാണെങ്കിലും എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ കൊച്ചു വെറും ഒരു പൂച്ചയാ. ഞാനൊന്ന് ദേഷ്യപ്പെടുമ്പോൾ കണ്ണുകളൊക്കെ നിറയ്ക്കുന്ന എൻ്റെ പൂച്ചക്കുട്ടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി. ഓ, എൻ്റെ പൂച്ചക്കുട്ടിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടല്ലോ. അവൻ അവളെ ചിരിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ കുറച്ചു നേരം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ കുറുമ്പോടെ അവനെ നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി അവളോട് എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ ഒന്നുമില്ല എന്ന് അവനെ നോക്കി തലയാട്ടി. ശേഷം തൻ്റെ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു. പിടയ്ക്കുന്ന മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ കൊച്ചു ചുണ്ടിലായിരുന്നു. അവൻ്റെ നോട്ടം അങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞതും അവൾ അവനെ തള്ളിമാറ്റി നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ ഒരു കൈയിൽ പിടിച്ചു വലിച്ചു. അവൾ തിരികെ അവൻ്റെ നെഞ്ചിൽ തന്നെ തട്ടി നിന്നു. കൊതി തോന്നുന്നു പെണ്ണെ, ഈ ചുണ്ട് കവർന്നെടുക്കാൻ. ഇവരെന്നെ മാടി മാടി വിളിക്കുന്നത് പോലെ. അവൻ അവളുടെ കീഴ്ചുണ്ടിലും മേൽചുണ്ടിലും ഒരുപോലെ തടവിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നോട്ടോ സ്പർശനവുമെല്ലാം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ജോജ, അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിനെ തടഞ്ഞു. ഷ്! അവൻ മിണ്ടരുതെന്നുള്ള രീതിയിൽ പറഞ്ഞതും അവളുടെ കണ്ണിലും മുഖത്തുമൊക്കെ നാണമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി.
അവൻ അവളുടെ മുഖം അവളുടെ ചുണ്ടിനടുത്തേക്ക് അടുപ്പിച്ചു. അവൻ അവളുടെ ചുണ്ടിൽ വെച്ചിരുന്ന തൻ്റെ ചൂണ്ടുവിരൽ പതിയെ താഴേക്ക് ചലിപ്പിച്ചു. മറുകൈ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടുകളെ ചേർത്ത് വെച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ അവളുടെ കീഴ്ചുണ്ടിൽ മാത്രം ചുംബിച്ചു. അവയെ നാവുകൾ കൊണ്ട് തഴുകി പല്ലിനാൽ ഒന്ന് കടിച്ചു. അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അവളുടെ കൈകൾ അവനിൽ കൂടുതൽ ശക്തമായി മുറുകി. അവളിൽ നിന്നും ഒരു നേർത്ത മൂളൽ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചു. ചുണ്ടിൽ നിന്നും പതിയെ ആ ചുംബനം നാവിലേക്കായപ്പോൾ അവൾ വിറകൊണ്ടു. അവൾ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അവൻ അവളുടെ ചുണ്ടും നാവും ഒരുപോലെ നുണഞ്ഞു. ഗാഢമായ ഒരു ചുംബനം. അവൻ്റെ നാവിലെ മദ്യത്തിൻ്റെ ചവർപ്പ് അവൾ അറിഞ്ഞു. അവൾക്ക് ശ്വാസം വിലങ്ങിയതും അവനെ തള്ളി മാറ്റാൻ അവൾ ശ്രമിച്ചു. എന്നാൽ അവൻ അതൊന്നും വകവയ്ക്കാതെ അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അറിയുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ അവൻ വിടുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ പുറത്ത് കൈകൊണ്ട് തള്ളി. വേദനിക്കുന്ന രീതിയിൽ തന്നെ. പെട്ടെന്ന് അവൻ അവളെ തന്നിൽ നിന്നും വേർപെടുത്തി. അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തൻ്റെ ചുണ്ട് തുടച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മനുഷ്യനായ കുറച്ച് ആക്രാന്തം കുറയ്ക്കണം, അവൾ തൻ്റെ ചുണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ഇളയിൽ പിടിച്ച് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. എനിക്കൊന്നിനോട് മാത്രമേ തീരാത്ത ആക്രാന്തമുള്ളൂ. അതെൻ്റെ കൊച്ചിനോടാ. അതങ്ങനെയൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നാണത്താൽ തലകുനിച്ചു. അച്ചു അമ്മയെ സഹായിച്ചതിനൊക്കെ ശേഷം മുറിയിലേക്ക് ചെന്നതും രുദ്രൻ അവളെ കാത്ത് കട്ടിലിരിക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ വാതിലടച്ചതിന് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും ആ നിമിഷം അവളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് ഒരുപാട് ജോലിയുണ്ടായിരുന്നു അല്ലേ? അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല. ഞാൻ നിന്നെ അമ്മയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല രുദ്രേട്ടാ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അവൾ ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. അച്ചു, അവൻ പുറകിൽ നിന്നും വിളിച്ചതും അവൾ നിന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ വന്നിരിക്കുമോ കുറച്ചു നേരം? എന്തോ ഇന്ന് നിന്നോട് സംസാരിക്കാൻ തോന്നുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. അത് കേട്ടതും അവൾക്കും എന്തോ സങ്കടം തോന്നി. ആദ്യമായിട്ടായിരുന്നു അവൻ അങ്ങനെ അവളോട് ചോദിക്കുന്നത്. അത് കേട്ടതും അവൾ ടവലും അവളെടുത്ത ഡ്രസ്സും മടക്കി ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അച്ചു, അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയോ? അവൻ ചോദിച്ചതും വീണ്ടും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൾ നോക്കുന്നത് കണ്ടതും അവൻ തിരികെ പറഞ്ഞു. അതിനവൾ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അവൻ തന്നോട് എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അവൾക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്നായിരുന്നു അവളുടെ ചിന്ത. രാവിലെ നീ എന്തോ എന്നോട് പറയാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? അതെന്തായിരുന്നു? അവൻ ചോദിച്ചതും ആ ചോദ്യം പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു അവൾ നിന്നിരുന്നതും.